ആരോഗ്യമന്ത്രി വീണ ജോർജിന് നേരെയുണ്ടായ കരിങ്കൊടി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉയർത്തിയ ആരോപണങ്ങൾ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ വിവാദമാകുന്നു. മന്ത്രിയെ സംരക്ഷിക്കാൻ ഒപ്പമുണ്ടായിരുന്ന ഗൺമാന്റെ സുരക്ഷാ നീക്കങ്ങൾക്കിടയിലാണോ കഴുത്തിന് പരിക്കേറ്റതെന്ന സംശയമാണ് ദൃശ്യങ്ങൾ ബലപ്പെടുത്തുന്നത്. ഇതോടെ കരിനീല സഫാരി സ്യൂട്ട് ധരിച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥനെ പ്രതിഷേധക്കാരനാക്കി ചിത്രീകരിച്ച ഇടത് സൈബർ പ്രചാരണവും പാളി. മന്ത്രിയെ KSU പ്രവർത്തകർ ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചുവെന്നായിരുന്നു FIRലെ ആരോപണം. എന്നാൽ സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ പ്രതിഷേധക്കാർ മന്ത്രിയുടെ അരികിലേക്ക് എത്തുന്നില്ലെന്ന് വ്യക്തമാണ്. മന്ത്രിയുടെ തൊട്ടുപിന്നാലെ കരിനീല സഫാരി സ്യൂട്ട് ധരിച്ച് അവരെ ചേർത്തുപിടിച്ചു നീങ്ങുന്നത് ഗൺമാൻ MS അഭിലാഷാണ്. ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ മന്ത്രിയെ സുരക്ഷിതയാക്കാൻ ശ്രമിക്കുന്നതിനിടെ കൈകൾ മന്ത്രിയുടെ കഴുത്തിന് സമീപം വരുന്ന ദൃശ്യങ്ങളാണ് കഴുത്ത് ഞെക്കി കൊല്ലാൻ ശ്രമിച്ചു എന്ന കള്ളക്കഥയ്ക്ക് ആധാരമായി സൈബർ വിങ്ങുകൾ ഉപയോഗിച്ചത്. ജയരാജന്റെ വാദം മുഖവിലക്കെടുത്താൽ മന്ത്രിയുടെ കഴുത്തിന് പരിക്കേൽപ്പിച്ചത് സ്വന്തം ഗൺമാനാണെന്ന വിരോധാഭാസത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. മന്ത്രിയെ ശാരീരികമായി ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെ CCTVയിലില്ലെന്ന് റെയിൽവേ സുരക്ഷാ സേന RPF വ്യക്തമാക്കിയിട്ടുണ്ട്. കരിങ്കൊടി പ്രതിഷേധത്തിനപ്പുറം ഒരു ആക്രമണം അവിടെ നടന്നതായി ദൃശ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നില്ല. ഇതോടെ വധശ്രമം സെക്ഷൻ 307 പോലുള്ള കടുത്ത വകുപ്പുകൾ ചുമത്തിയ പോലീസ് നടപടി നിയമപരമായി ചോദ്യം ചെയ്യപ്പെടും. മന്ത്രിയുടെ മൊഴി നേരിട്ടെടുക്കാതെ ഗൺമാന്റെ മൊഴി മാത്രം ആധാരമാക്കി കേസെടുത്തത് പോലീസിനെ വെട്ടിലാക്കിയിരിക്കുകയാണ്. മന്ത്രിയുടെ കഴുത്തിന് ക്ഷതമേറ്റതായി മെഡിക്കൽ ബുള്ളറ്റിൻ പറയുന്നുണ്ടെങ്കിലും ഇതെങ്ങനെ സംഭവിച്ചു എന്നതിൽ വ്യക്തതയില്ല. പ്രതിഷേധക്കാർ ആയുധവുമായി മന്ത്രിയുടെ അടുത്തെത്തിയിട്ടില്ലെന്ന് ദൃശ്യങ്ങൾ വ്യക്തമാക്കുമ്പോൾ മെഡിക്കൽ റിപ്പോർട്ട് രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങിയാണോ എന്ന സംശയം പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. കരിനീല സഫാരി സ്യൂട്ടിനെ കറുത്ത തുണിയാക്കി മാറ്റിയ ജയരാജന്റെ നീക്കം രാഷ്ട്രീയ ആയുധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഗൺമാൻ തൊട്ടടുത്തുണ്ടായിട്ടും മന്ത്രിക്ക് പരിക്കേറ്റുവെങ്കിൽ അത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണെന്നും അതല്ലെങ്കിൽ മർദ്ദനം എന്ന ആരോപണം കെട്ടിച്ചമച്ചതാണെന്നും കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചു. സംഭവത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന ആവശ്യവും ശക്തമാണ്.